ഇരിക്കുന്ന സാധനങ്ങളുണ്ടാ, ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. എന്താന്ന് വെച്ചാല് ഇതിലൊന്നും ബോർഡില്ല, മദർ ബോർഡ് ഇല്ലാത്ത സെറ്റിലാണ്. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഒറിജിനൽ ഡിസ്പ്ലേ എടുക്കാം. പിന്നെ ബോർഡ് കംപ്ലൈന്റ് ആണ്, ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമായിട്ട് അത് മാറ്റി വെച്ചിരിക്കുന്ന സാധനമാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, 5G സ്മാർട്ട് ഫോൺ 3500 രൂപയ്ക്ക് കുറച്ച് പീസ് എന്റെ കൈ മുന്നിലുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണ് മോഡൽ, നമ്മുടെ ചാനൽ വ്യൂവേഴ്സിന് ഉപകാരപ്പെടുമോ എന്നാണ് ഞാൻ ഈ വീഡിയോ നോക്കുന്നത്. വീഡിയോ മുന്നോട്ട് കണ്ട് ഇതിന്റെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം കുറച്ച് പീസേ ഉള്ളൂ. 4G ഉണ്ട്, 5G ഉണ്ട്. 3500 രൂപയാണ് ഇത്. ഇത് വന്നിട്ട് നോട്ട് 10 ആണ് മോഡൽ. 5G സെറ്റ് ആണ്. 8GB റാം ഉണ്ട്, 128 സ്റ്റോറേജ് ഉണ്ട്. 3500 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു മോഡൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ അറിയുമല്ലോ അല്ലേ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് 14. അപ്പം ഇതൊക്കെ 3500 കിട്ടണമെങ്കിൽ അറിയാമല്ലോ. അതിൻ്റെതായ ഡിഫക്റ്റ് ഉണ്ട്. ഇത് ഡിസ്പ്ലേ മാറിയ സെറ്റാണ്. ഡിസ്പ്ലേ മാറിയതാണെങ്കിലും കൊള്ളാം. ബോഡി കണ്ടീഷനൊക്കെ അടിപൊളിയാണ്. ഡിസ്പ്ലേ ഗ്ലാസ്സിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഡിസ്പ്ലേ ഗ്ലാസ് കൊള്ളാം. ഒരു ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇട്ടേക്കുന്നത്. ബോഡി കണ്ടീഷൻ പുതിയതുപോലെയാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. ബോഡി കണ്ടീഷൻ, ഡിസ്പ്ലേക്ക് മാത്രമേ ഡിഫക്റ്റ് ആയിട്ടുള്ളൂ. കോപ്പി ഡിസ്പ്ലേ ഇട്ടൊരു സെറ്റാണ്. അപ്പം ഇങ്ങനെ മോഡലൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കുറഞ്ഞ റേറ്റ് നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തത്. ഇത് 11T ആണ് മോഡൽ. കൊള്ളാം. 5Gയുടെ 11T ഡിസ്പ്ലേ മാറിയ ഒരു പീസാണ്. 3500 രൂപയ്ക്ക് സ്കൈസ് പൊളി. ഇതും 128 സ്റ്റോറേജ് ഉണ്ട്, 6GB റാമും ഉണ്ട്. ഇനി ഇതിൽ എന്ത് വേണം ഗൈസ്? അപ്പം ഇതും ഡിസ്പ്ലേയുടെ സൈഡിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ ഡിസ്പ്ലേ കോപ്പി ഡിസ്പ്ലേ ഇട്ടുകൊണ്ട് ആ ഒരു വൃത്തികേട് എന്തായാലും സെറ്റിനുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഇത് വന്നിട്ട് സാംസങ്ങിന്റെ ഉണ്ട്. സാംസങ് കൊള്ളാം. ബോഡിയൊക്കെ നല്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഗാലക്സി S23 5G ഗൈസ് പൊളി. 128 സ്റ്റോറേജ്. ഇതും ഡിസ്പ്ലേ മാറിയ സെറ്റാണ്. 5G സെറ്റാണെന്നുള്ളൂ. ഡിസ്പ്ലേക്ക് അകത്ത് അതിൻ്റെതാകല്ലേ ഉള്ള ഡോട്ട്, അകത്ത് ഡോട്ടൊക്കെ കിടക്കുന്നില്ല, വൈറ്റ് ഡോട്ടുകൾ സൈഡില് എല്ലാം ഡോട്ടൊക്കെ ഉണ്ട്. ബാറ്ററി അകത്തുനിന്ന് ഇങ്ങനെ പ്രസ് ആയിരിക്കുന്ന ആ ഡോട്ടാണ് ഒരു സൈഡിലൊക്കെ കാണിക്കുന്നത്. അപ്പം ഡിസ്പ്ലേ മാറ്റിയാലും കണ്ടില്ലേ അതിൻ്റെതായ ബോഡി കണ്ടീഷൻ പൊളി കേട്ടോ. എല്ലാം പുതിയതുപോലെ ഇരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് കളിക്കായിരുന്നു, അത് ബാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 5G സ്മാർട്ട് ഫോണൊക്കെ 3500 രൂപയ്ക്ക് വാങ്ങിച്ചോ. അപ്പം ഷോപ്പുകാരൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഷോപ്പുകാർ ദയവ് ചെയ്ത് വിളിക്കല്ലേ. സാധാരണ ആൾക്കാർ ഒരുപാടുണ്ട്. ഇത് നോട്ട് 8 Pro ആണ്. 6GB റാം, 120 സ്റ്റോറേജ്. ഇത് കംപ്ലൈന്റ് ഡിസ്പ്ലേ ഒക്കെ കൊള്ളാം, പക്ഷെ ബാക്ക് കണ്ട ബാറ്ററി ഒന്ന് പെരിയിരിക്കുന്നത്. ഈ കണ്ടീഷനിലാണെങ്കിൽ 3500 രൂപ. ഇത് പണിയൊക്കെ എടുക്കണമെങ്കിൽ എമൗണ്ട് ഒക്കെ മാറും. ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ കേട്ടോ. ഡിസ്പ്ലേയുടെ സൈഡിലെ ആ ബ്ലാക്ക് പെയിന്റ് മാറി ഇരിപ്പുണ്ട്. 4 സൈഡിൽ വൈറ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഡിഫക്റ്റ് മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. സാധനം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. സാധനം കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം. ഇത് ഒറിജിനൽ ഡിസ്പ്ലേ ഉണ്ട്. അതിന്റെ ഭംഗിയുണ്ട്. ഒരു ബാറ്ററി മാത്രം പെരിയിരിപ്പുണ്ട്. 6GB റാം, 128 സ്റ്റോറേജ്. ആ ബാറ്ററിയുടെ ആ ബാക്കിൽ ഗ്ലാസ് മാറ്റി ബാറ്ററി മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് വിവോ. ഇത് 4G സെറ്റാണ്. വിവോയുടെ Y20 കൊള്ളാം. ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ഗ്ലാസ് തന്നെ പിന്നെ ആയിരിക്കും. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്ലാസ് ഒന്ന് മാറ്റി കൊടുത്താൽ 3500. 4G സെറ്റാണ്. അത് 4G ആണ്. പിന്നെ 5G അതുണ്ട്. 5G ഏത് മോഡൽ? ഇത് നോട്ട് 10 ആണല്ലോ. ഡിസ്പ്ലേ മാറ്റിയ ഡിസ്പ്ലേ മാറിയതാണ്. പൊട്ടലുണ്ട്. ആവില്ല, ഓണാവുന്നില്ല. അപ്പൊ എന്താണ് പ്രോബ്ലം എന്നൊക്കെ നോക്കട്ടെ. ഇത് 3500 ആണ്. ഓണാവുന്നില്ല. പിന്നെ ഇത് കൊള്ളാം കേട്ടാ. 11 പൊളി. ഇത് കൊള്ളാം കേട്ടോ. സാധനം നല്ല വൃത്തിയുണ്ട്. സാധനം കാണാനായിട്ട് താഴെ ചെറിയൊരു പൊട്ടല് ഡിസ്പ്ലേയുടെ താഴ്ഭാഗത്തായിട്ട്. സംഭവം നല്ല വൃത്തിയുള്ള ഒരു പീസ്. 13 അപ്ഡേറ്റ്. 128 സ്റ്റോറേജ് ഉണ്ട്. കൊള്ളാം കേട്ടോ. ഇത് ഒന്ന് കൊള്ളാം. പിന്നെ സാംസങ് ഇതും കൊള്ളാം സാധനം. സാംസങ് M52 5G. ഇത് LED ഡിസ്പ്ലേ കേട്ടോ. കൊള്ളാം. AMOLED ഒറിജിനൽ ഡിസ്പ്ലേ കേട്ടോ. ഡിസ്പ്ലേ മാറ്റിയ പീസ് ഒന്നുമല്ല. ഇത് സംഭവം കൊള്ളാം. ഇതും കൊള്ളാം. നല്ല വൃത്തിയുണ്ട്. ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. 3500 രൂപയ്ക്ക്. പിന്നെ എന്തായാലും ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഡിഫക്റ്റ് കാണും. എന്തെങ്കിലും ഡിഫക്റ്റ് കാണാതിരിക്കില്ല. അത് 8GB റാം, 128 സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ട് ബോഡി ഇച്ചിരി സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. എന്തായാലും ഡിസ്പ്ലേ ഒറിജിനലാണ്. പൊളിച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്രോബ്ലം ഇല്ലാതെ കൊടുക്കത്തില്ല. ചിലപ്പോൾ ബാറ്ററി ഒക്കെ ടപ്പനങ്ങ് ഓഫ് ആകും. ബാറ്ററി ഒക്കെ മാറി എടുക്കേണ്ടി വരും.
സാധനം കൊള്ളാം. പിന്നെ ഉള്ളത് എന്റെ പൊന്നെ ഒരു OnePlus ഇരിക്കണേ. ഇത് 70 ആണ് കേട്ടോ സാധനം. ബാക്ക് ഗ്ലാസ് ഒക്കെ മാറി പൊളിഞ്ഞു വാരി കുത്തുവാലെടുത്തിരിക്കുകയാണ് സാധനം കേട്ടാ. യുദ്ധക്കളത്തിൽ പോയി തിരിച്ചു വന്ന വീരനെ പോലെ ഇരിക്കുകയാണ് സാധനം കേട്ടില്ലേ. അപ്പം ഡിസ്പ്ലേ ഗ്ലാസ് എല്ലാം നല്ല അടി മാറ്റി തിരുന്ന് വാരിയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ചാർജ് ഇല്ല. ചാർജ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്തൊക്കെ നോക്കണം സാധനം. പവർ എൻ്റെ ഓണായി വരുന്നില്ല. ഇത് കണ്ടീഷൻ പക്കയാണെങ്കിൽ 3000 എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് കാണാതിരിക്കുക. പിന്നെ 3500 രൂപയ്ക്ക് കൊള്ളാം. ഡിസ്പ്ലേ പക്ക വർക്കായിരുന്നെങ്കിൽ കൊള്ളാം. വേറെ ഒന്നും പറയാനായിട്ടില്ല. കൊള്ളാം കേട്ടോ. ഡിസ്പ്ലേ ഒരനക്കവും ഇല്ല. അതോടെ ഇരിക്കട്ടെ. അപ്പം ഇത്രയും പീസാണ് ഗൈസ്. 3500 രൂപയ്ക്ക് ഇപ്പം തരാനായിട്ടുള്ളത്. 5G ഉണ്ട്, 4G ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്മാർട്ട് ഫോണിലാണ് ഇരിക്കുന്നത് 3500 രൂപയ്ക്ക്. ഗൈസ് എനിക്കറിയാം ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ള കാര്യമില്ല, നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. കൂടുതൽ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, ഈ ഷോപ്പ് നടത്തുന്നവരാണ്. അവരൊക്കെ ഇത് എടുത്ത് പണി ചെയ്യും. അവർ ഗ്ലാസ് മാറ്റും, ബാറ്ററി മാറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പേർക്ക് നല്ല ലാഭം ഉണ്ടായി കൊടുക്കുന്ന ഒരു സ്മാർട്ട് ഫോണിലാണ് ഈ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വെറൈറ്റി ആണ്. ഇത് നമ്മളെ വ്യൂവേഴ്സിനുള്ളതാണ്. അപ്പൊ വ്യൂവേഴ്സ് എന്ത് ചെയ്യണം, ഇത് ആവശ്യമുണ്ടെങ്കിൽ അവര് വാങ്ങിച്ച് ചെറിയൊരു എമൗണ്ട് ഒക്കെ മുടക്കണം കേട്ടോ. ഒറ്റയടിക്ക് റെഡിയായി കിട്ടൂല. ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്ക് അകത്തെല്ലാം മുടക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു 5G സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ M4 Pro ആണ് സാധനം. അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ ക്വാളിറ്റിയാണ്. എന്നാലും ഗൈസ് ഒരു 5500 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 6GB RAM 128 സ്റ്റോറേജ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കോൺടാക്ട്. സാധനം കൊള്ളാം, ഡിഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും വില കുറവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിലേക്ക് വിളിക്കും. പിന്നെ നമ്മളെ സർവീസ് സെന്റർ നടത്തുന്ന ആൾക്കാർക്ക് ഉപകാരമുള്ള സാധനമാണ്. ഇരിക്കുന്ന സാധനങ്ങളുണ്ടാ, ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സാധനമാണ് ഇതെല്ലാം. എന്തെന്ന് വെച്ചാല് ഇതിലൊന്നും ബോർഡില്ല, മദർ ബോർഡ് ഇല്ലാത്ത സെറ്റിലാണ്. നിങ്ങൾക്ക് ഒറിജിനൽ ഡിസ്പ്ലേ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന മോഡലിൽ ഏതെങ്കിലും ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒറിജിനൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഡിസ്പ്ലേ എടുക്കാം. അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമായിട്ട് അത് മാറ്റി വെച്ചിരിക്കുന്ന സാധനമാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ടെക്നീഷ്യന്മാർക്ക്, നമ്മളെ ചങ്ക് സർവീസ് നടത്തുന്നവരുണ്ട്, അവർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇട്ടിട്ട്. നോട്ട് ഓൺ, സെറ്റ് ഓൺ ആവൂല. ഡിസ്പ്ലേ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ എടുക്കാം. നോട്ട് 9 ഉണ്ട്, പുതിയ മോഡലെല്ലാം ഉണ്ട്. മിക്ക 5G സെറ്റുകളും ഉണ്ട്, 4G സെറ്റുകളുണ്ട്, ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിന്റെ ബോർഡ് കൊള്ളത്തില്ല. ഡിസ്പ്ലേ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതെല്ലാം എങ്ങനെ ഇത് ബോർഡ് മാത്രമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് വന്നത് അല്ലേ? വല്ലാത്തൊരു അതിശയം തന്നെ. ലോകത്തിന്റെ ഒരു പരാജയങ്ങൾ. F3 Pro കൊള്ളാം. ബോഡി കണ്ടീഷൻ കൊള്ളാം. നിങ്ങൾക്ക് നിങ്ങളെ സെറ്റിന്റെ ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ ഉണ്ടെങ്കിൽ അതിന്റെ ബോർഡ് മാത്രം എടുത്തില്ലെങ്കിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ബോഡി വലിയ അടിയെ കിട്ടി ഗ്ലാസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും കുറഞ്ഞ റേറ്റ് ഇത് വാങ്ങിച്ചാൽ ഇട്ട് കൊടുത്താൽ. എനിക്കും ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ. ഇതേപോലെ സെറ്റുകളെ എനിക്ക് ഓർഡർ ഉണ്ട്. ബാക്ക് ഫുള്ളായിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് നല്ല ഓർഡർ ഉണ്ട്. അപ്പൊ എനിക്കും നല്ല ഉപകാരം ഉണ്ട് സാധനം. അപ്പം എന്നെ വിളിച്ച് ഒരുപാട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കിട്ടുമോ സത്യം. അപ്പൊ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഈ സെറ്റിനും കൂടെ ആഡ് ചെയ്തത്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ളത് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു.